കഴിഞ്ഞ 3 മണിക്കൂറായി ആശങ്കയുടെ മുൾമുനയിലാണ് കോഴിക്കോട് നഗരം. കോഴിക്കോട് നഗരത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഉണ്ടായ തീപിടുത്തം ഇതുവരെയും നിയന്ത്രിക്കാനായില്ല. ഗുരുതരമായി തീ ഇപ്പോൾ സമീപത്തെ കടകളിലേക്കും പടരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള പ്രത്യേക സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കെട്ടിടം പൂർണ്ണമായും കത്തി നശിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. ഈ 3 മണിക്കൂറായിട്ടും തീ അണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? എന്താണ് നിലവിലെ അവസ്ഥ? വലിയൊരു തീപിടുത്തം നമുക്കിതിന് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ തുണിക്കടയിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന തുണിക്കടയിൽ ആദ്യം ഉണ്ടായ തീ പിന്നീട് സമീപത്തെ കടകളിലേക്കും പടരുകയായിരുന്നു. 3 മണിക്കൂറായി തീ പടർന്നു പിടിച്ചു തുടങ്ങിയിട്ട്, പക്ഷെ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം ഭീകരമായ ഒരു തീപിടുത്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അനീഷ്, പറഞ്ഞോളൂ. ഓടിയുണ്ടോ അവിടെ? അനീഷ്, പറഞ്ഞോളൂ, കേൾക്കാം. തീപിടുത്തം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ തീ ആളിപ്പടർന്ന് കത്തുന്ന കാഴ്ച. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതിന്റെ മറുവശത്ത് തന്നെ ചേർന്ന് ഫാഷൻ ബസാർ എന്ന് പേരെഴുതിയ ഒരു വലിയ കെട്ടിടം കാണാം. അവിടെയും ഈ തുണിക്കടകളാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കെട്ടിടത്തിൽ നിന്നും അടുത്ത കെട്ടിടത്തിലേക്ക് തീ പടരുകയാണെങ്കിൽ വീണ്ടും അപകടത്തിന്റെ വ്യാപ്തി കൂടുന്ന ഒരു സാഹചര്യത്തിലുള്ളത്. എന്തായാലും ഫയർലൈൻ ഒരുക്കിയാണ് ഈ തീ അടുത്ത കെട്ടിടത്തിലേക്ക് പകരാതിരിക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങൾ ചെയ്ത്. ഒപ്പം ഈ ഗോഡൌൺ നിലനിൽക്കുന്ന കെട്ടിടത്തിന്റെ താഴെയുള്ള കടകൾ പൂർണ്ണമായും ഒഴിപ്പിച്ചിരുന്നു. ഈ മേഖലകളിലേക്കുള്ള വൈദ്യുതിബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചു. ഒപ്പം ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ഈ തീപിടുത്തമുണ്ടായ ആ സമയം മുതൽ ഏതാണ്ട് നിർത്തിവച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് കോഴിക്കോടിന്റെ സമീപപ്രദേശങ്ങളിലുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും ആ സ്ഥലത്തേക്ക് എത്തി തീയണയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്നെങ്കിൽ പോലും അത് വിജയം കാണാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ വാഹനം വരെ ഇവിടേക്ക് എത്തിച്ച് വലിയ തോതിൽ ഈ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം നടത്തുകയാണ്. എന്തായാലും ഈ കെട്ടിടത്തിന്റെ ഉൾഭാഗത്താണ് ഈ തുണി ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത്. ആ തുണി ഗോഡൌൺ പോളിസ്റ്റർ തുണികളൊക്കെ അടക്കം ഈ സ്കൂൾ യൂണിഫോമുകൾക്കായുള്ള വലിയൊരു തുണിത്തരങ്ങളുടെ ശേഖരം തന്നെ ആ സ്ഥലത്ത് ഒരുക്കിയിരുന്നു. അതുകൊണ്ട് ഈ പോളിസ്റ്റർ തുണികൾ വളരെ പെട്ടെന്ന് തീപിടിക്കുന്നതാണ്. ഒപ്പം തീപിടുത്തത്തിന് ഈ വെള്ളം അടക്കം തളിച്ചാലും അത് തീ അണയാതെ വീണ്ടും ആളിക്കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഒപ്പം ഈ ഗോഡൌണിനകത്തുള്ള ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ, മറ്റ് ഈ പാനലുകൾ തുടങ്ങിയ ഒരുപാട് സാമഗ്രികൾ അവിടെയുണ്ട്. ഈ പുറത്തുനിന്നും വെള്ളം അകത്തേക്ക് ഒഴിക്കുമ്പോഴും പൂർണ്ണമായും ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് ഈ വെള്ളം എത്താത്ത ഒരു സാഹചര്യം. ഈ ഭിത്തി ഒരു വശത്തുണ്ട്. ആ ഭിത്തിയിൽ തട്ടിയാണ് പലപ്പോഴും വെള്ളം പുറത്തേക്ക് പോകുന്നു. അതായത് ഒരു ടാങ്കർ വെള്ളം ഒഴിച്ചാൽ അതിന്റെ പകുതി പോലും അകത്തേക്ക്. അനീഷ്, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ടെലിഫോൺ ലൈനുണ്ട്. മേയർ